ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ചില ഭാഗത്തൊക്കെ നല്ല മഴയാണ്. നമ്മളുടെ ഇവിടെ മഴ ഉണ്ട്, പക്ഷേ എന്നാലും അങ്ങനെ കുഴപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. കാരണം നല്ല മഴയും കാര്യങ്ങളും, പരമാവധി യാത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വീടുകളിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും മഴ ഉണ്ട്. വലിയ കാര്യമായിട്ടുള്ള മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസ് തന്നെ. കാരണം ഒരുപാട് പേർക്ക് വീണ്ടും ഡൗട്ടുകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ വീഡിയോസും ഈ ഒരു സ്ക്രഞ്ചീസിനെ കുറിച്ചിട്ട് തന്നെ ആവാമെന്ന് വിചാരിച്ച്. ആളുകൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും സ്ക്രഞ്ചീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. കുറേ പേർക്ക് ഓർഡർ ഇല്ലാത്തതിൻ്റെ മെയിൻ കാര്യങ്ങളും എല്ലാം നിങ്ങൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം. അങ്ങനെ ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ എന്താണ് ആ തെറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ പറഞ്ഞു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. എന്നിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ 5 തെറ്റുകൾ എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫാബ്രിക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഫാബ്രിക് തിരഞ്ഞെടുക്കുക. ഈ ഒരു 5-6 തെറ്റ് കാരണം പലരുടെയും ക്വാളിറ്റി ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാബ്രിക്കുകൾ അറിയാൻ വേണ്ടി, അതായത് നമ്മൾ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് നല്ലതായിട്ട് കിട്ടും. പിന്നെ കുറേ പേരുണ്ട് ഇങ്ങനെ ഓഫർ കാര്യങ്ങളൊക്കെ ഇടും. അപ്പം ഞാൻ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നത് നല്ല മെറ്റീരിയൽസ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണതും നല്ലൊരു മെറ്റീരിയൽസ് ആയിരിക്കണം. അതാണ് മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ആ ഇലാസ്റ്റിക് എപ്പോഴും നല്ല ഇലാസ്റ്റിക് ആയിരിക്കണം. അത് മാത്രമല്ല അധികം ലൂസ് ആവാനും പാടില്ല, എന്നാലോ ടൈറ്റ് ആവാനും പാടില്ല. ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ മുകളിൽ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലോ ലൂസായാലോ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ഇലാസ്റ്റിക് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമുക്ക് സ്ക്രഞ്ചീസ്, മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. സ്ക്രഞ്ചീസ് നമുക്ക് ഓർഡർ കിട്ടുന്ന ടൈമിൽ അവർ നമുക്കൊരു അളവ് പറയും. അതായത് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു സ്മോൾ സൈസ് അല്ലെങ്കിൽ ലാർജ് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ആ അളവ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമല്ലോ. അതായത് ഒരു 40 സൈസിൽ ഒരു മീഡിയം സൈസാണ് നമുക്ക് വേണ്ടത് എങ്കിൽ നമ്മൾ ആ സമയത്ത് അത് നോക്കിയിട്ട് ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 40 പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ 40 തന്നെ കറക്റ്റ് നീളവും വീതി ഒരു 3 അല്ലെങ്കിൽ ഒരു 3.5 പറഞ്ഞു കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ നമ്മൾ തുണി വെട്ടുമ്പോൾ കറക്റ്റായിട്ട് അതേ അളവിൽ തന്നെ വെട്ടിയെടുക്കാൻ വേണ്ടി നോക്കുക. അതായത് വളവ് തിരിവ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മുടെ ഓർഡർ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓർഡർ കാര്യങ്ങൾ കിട്ടുക, നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ ഓർഡർ ഇല്ല, നമ്മുടെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല ഫിനിഷിങ്ങോട് കൂടെ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ കാര്യം മറക്കരുത്. ഈ ഒരു ഇലാസ്റ്റിക്കാണ് നമ്മൾ കടകൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ സ്ക്രഞ്ചീസ് തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ചില ഭാഗം നല്ല വശം ചീത്ത വശം അതുപോലെ ആ സൈഡൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വളവ് തിരിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രഞ്ചീസ്, മീഡിയം പറഞ്ഞ സ്ക്രഞ്ചീസ് നമുക്ക് ചിലപ്പോൾ നമുക്കത് നമ്മുടെ സ്മോൾ സ്ക്രഞ്ചീസ് ആയി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പറയണത്, നമ്മളോട് കറക്റ്റ് വണ്ണും അതുപോലെ തന്നെ കറക്റ്റ് നീളും പറഞ്ഞു കഴിഞ്ഞാൽ അതേ അളവിൽ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ. പിന്നെ ലാസ്റ്റ് വരുന്ന തെറ്റാണ്, അതായത് നമ്മളൊരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നൂല് ത്രെഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുത്തയക്കാൻ.
അത് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അത് അവരുടെ കയ്യിൽ കിട്ടി കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ അവർ തന്നെ തരും. അവർ അപ്പുറത്തെ ആളോട് പറയും ഇവർ കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്നുണ്ട് എന്നൊക്കെ ഇവർ തന്നെ പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ത്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ 5ാമത്തെ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. കാരണം ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡറുകൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു 5ാമത്തെ തെറ്റ് നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ.